നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? ഒരാളെയും ആശ്രയിക്കാതെ പരാശ്രയരഹിതനായി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിനിടയിൽ ഒരാളുടെയും മുമ്പിൽ കൈ നീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആ രൂപത്തിലുള്ള ഒരു ജീവിതമാണ് നമ്മളൊക്കെ കൊതിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതം വഴിമാറുന്നത് വലിയ വലിയ രോഗങ്ങൾ വരുന്നു. അങ്ങനെ രോഗങ്ങൾ വരുമ്പോൾ ആ രോഗത്തിന് ഭീമമായൊരു തുക എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്നു. പല വിഷയങ്ങൾക്കും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിക്കേണ്ടി വരുന്നു, യാചിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരാളെ മുമ്പിലും യാചിക്കാതെ പരാശ്രയരഹിതനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പവിത്രമേറിയൊരു ഇസ്മുണ്ട്. ഈ ഇസ്മ ജീവിതത്തിൽ പകർത്തിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിരാശ്രയൻ, അള്ളാഹുവിനെ മാത്രമേ ആശ്രയിക്കേണ്ടി വരികയുള്ളൂ, ആ രൂപത്തിലേക്കുള്ളൊരു ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള വഴികളൊക്കെ അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും എന്നുള്ളതാണ്. ഈ ഇസ്മിൻ്റെ അർത്ഥവും അങ്ങനെ തന്നെയാണ്. അതിനോട് യോജിച്ച രൂപത്തിലുള്ള അർത്ഥമാണ് ഈ ഇസ്മിന് വരുന്നത് തന്നെ. വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം ആ രൂപത്തിൽ ക്രമപ്പെടുത്താൻ ഉതകുന്ന രൂപത്തിലേക്ക് അള്ളാഹു മാറ്റിത്തരും എന്നുള്ളതാണ്. ഈ ഇസ്മിനും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിനെ കുറിച്ച് പറയാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മാണ്. എന്താണ് ഈ വഹാബ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഇസ്മിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഇസ്മാണിത്. അള്ളാഹുവിൻ്റെ ഒരു വിശേഷനാണിത്. അത്യുദാരൻ, സർവദാതാവ് എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ഹിബത്ത് എന്ന പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ വഹാബ് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. സ്നേഹം, പ്രശംസ, ആക്ഷേപത്തിൽ നിന്ന് ഒഴിവാകൽ തുടങ്ങിയ പകരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയോ താല്പര്യത്തോടെയോ ചെയ്യുന്ന ധർമ്മത്തിന് ഹിബത്ത് എന്ന് പറയൂല. ഇപ്പം നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ആളിൽ നിന്ന് സ്നേഹം ലഭിക്കണം എന്ന ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടായേക്കാം, ഉണ്ട് എന്നല്ല. അല്ലെങ്കിൽ ഒരു പ്രശംസ പിടിച്ചു പറ്റണം. ഇപ്പോൾ വലിയ വലിയ സദസ്സുകളിലൊക്കെ പോയിട്ട് നല്ല നീയത്തോടുകൂടെ ഞാൻ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് 5000 രൂപ നൽകാം, 10000 രൂപ നൽകാം എന്ന് നല്ല നീയത്തോടുകൂടെ ഒരു നല്ല ഇൻറ്റൻഷനോടുകൂടെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ചില ആളുകളൊക്കെ ഒന്ന് കൂടിയതാണ്, ഞാനിങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ എന്നെക്കുറിച്ചൊരു മതിപ്പുണ്ടാകും, ഒരു പ്രശംസ ഉണ്ടാകും, ആ ഒരു നീയത്തിൽ നൽകാതിരിക്കട്ടെ. അങ്ങനെ നൽകുന്ന ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ദാനം ചെയ്യുന്നതിൻ്റെ, സ്വതക്ക ചെയ്യുന്നതിൻ്റെ ആ കറക്റ്റ് ആ ഒരു തന്നിമയാർന്ന ആ പ്രതിഫലം നമുക്ക് ലഭിച്ചോളണമെന്നില്ല. അള്ളാഹുവിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹാബാണ്, അത്യുദാരനാണ്, സർവദാതാവാണ്. ഈ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നവനാണ്, സർവദാതാവാണ്, അത്യുദാരനാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് വഹാബ് എന്നാണ്. ആ വഹാബ് എന്നുള്ളത് ഹിബത്ത് എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. ഹിബത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അള്ളാഹു ഒന്നും പ്രതീക്ഷിക്കാതെ ഒരടിമയ്ക്ക് ചെയ്യുക, അങ്ങനെയാണ് അള്ളാഹു നൽകുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അള്ളയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ ഒരു അർഹതയുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം യഥാർത്ഥമായിട്ട് എല്ലാം നമ്മൾ ആർക്ക് എന്ത് നൽകുകയാണെങ്കിലും അതൊക്കെ യഥാർത്ഥമായിട്ട് നൽകുന്നത് അള്ളയാണ്. അള്ളാഹ്ക്ക് ഇനിയിപ്പോൾ നൽകി എന്നുള്ളതിൻ്റെ പേരിൽ ഒന്നും കിട്ടാനുമില്ല. ഒരാൾക്ക് ഒന്നും നൽകിയില്ല എന്ന് കരുതിയിട്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? അങ്ങനെയില്ല. അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലല്ലേ. അപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ഒരു ലെവലേശം പോലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നൽകാൻ കഴിയുന്ന അള്ളാഹ്ക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നല്ലോണം ഇബാദത്ത് ചെയ്യണം, നമ്മൾ നല്ലോണം നിസ്കരിക്കണം, നമ്മൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം,
എന്ന ഉദ്ദേശത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഭക്ഷണം നൽകുന്നു, സമ്പത്ത് തരുന്നു, നമുക്ക് നല്ല ഭാര്യയെ തരുന്നു, നമ്മൾ മക്കളെ തരുന്നു, നമുക്ക് വീട് എന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അള്ളാഹ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അള്ളാഹ് പ്രതീക്ഷിച്ച പോലെ? ഇനി കൊടുക്കാം എന്താ അള്ളാഹ് പ്രതീക്ഷിച്ച പോലെ എന്നല്ല, നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹ് അങ്ങനെ പ്രതീക്ഷിക്കൂലാലോ. അങ്ങനെ പ്രതീക്ഷിക്കാതെ നൽകുന്നവനാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഈ ഇസ്മിൻ്റെ ഒരു ചെറിയ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വഹാബ്, അത്യുദാരൻ, സർവദാതാവ് എന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം വരുന്നത്. അള്ളാഹുവിൻ്റെ സാമീപ്യവും അവനുമായി സന്ധിക്കുന്നതിലും മാത്രം താല്പര്യമുണ്ടാവുകയും സ്വർഗപ്രവേശനമോ നരകമോചനമോ ലക്ഷ്യമാക്കാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി മാത്രം ദാനം ചെയ്യുകയും ചെയ്യുന്നവനാണ് അടിമകളുടെ കൂട്ടത്തിൽ അൽ വഹാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ, വഹാബ് എന്ന് പറയുന്നതിലെ ഒരു വിഷയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖ് നൽകിയാണ് സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സ്വതക്ക ചെയ്യുന്നതിലൂടെ ഓൻ്റെ മനസ്സിൽ അള്ളാഹ് എന്ന നിയ്യത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സ്വതക്ക ചെയ്താൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും, ഓൻക്ക് അതൊന്നും ആവശ്യമില്ല, ഓൻക്ക് അള്ളാഹ് മതിയെന്ന്. ഇപ്പം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമുക്കറിയാം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു, അള്ളാഹുവെ ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കേണ്ടതില്ല. ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ എന്നെ നരകത്തിലിട്ട് കരിച്ചു കളയാം, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റബ്ബെ നീയാണ്, അള്ളാഹുവെ നീയാണ്, എനിക്ക് നീ മതി എന്ന് പറയുന്ന ആ ഒരു ഒപ്പോസിഷൻ, അതാണ് യഥാർത്ഥത്തിൽ അടിമകളുടെ കൂട്ടത്തിൽ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു വഹാബ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്താവുന്നൊരു ലെവൽ. നമ്മളങ്ങനെയാണോ? നമുക്ക് സ്വർഗം കിട്ടണം എന്നല്ലേ നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നത്? അള്ളാഹിനെ അങ്ങേറ്റം ഇഷ്ടം വെച്ച, ഹബ്ബ് വെച്ച ആളുകളൊക്കെ അങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്യും. ഓൽക്ക് അല്ല മതി, ഓൽക്ക് സ്വർഗം വേണമെന്നില്ല, ഓൽക്ക് അല്ല മതി, അള്ളാഹിനായിട്ട് സന്ധിച്ചാൽ മതി. അതാണ്. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ ഇസ്മ നമുക്ക് ചൊല്ലാവുന്നതാണ്. ഒരാളുടെയും ആശ്രയം കൂടാതെ മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ടോ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു സൂറത്താണ്, ഒരു ഇസ്മാണ് അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മ. ആരെങ്കിലും സുജൂദിൽ കിടന്ന് ഈ ഇസ്മിനെ 7 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചൊല്ലുന്നയാളെ പരാശ്രയരഹിതനാക്കും. പതിവായി ഇതിന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മഈശത്തിൻ്റെ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല. അവർ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉടൻ ഉത്തരം ലഭിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത എത്രയോ അമലുകൾ, ഒരുപാട് അമലുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ വഹാബ് എന്ന ഇസ്മിനെ കുറിച്ച് ചർച്ച ചെയ്തെടുത്ത് ഓരോ ഇസ്മും അതിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ പറഞ്ഞ മഹത്തുക്കളുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട്, പല വിഷയങ്ങളും പറഞ്ഞ്. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന പതിവാക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അസ്മാഉൽ ഹുസ്ന അത്ഭുതങ്ങളുടെ കലവറയാണ്. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് എവിടുന്നോ ആരോ പറഞ്ഞുണ്ടാക്കിയതാണെന്നാണ്. അല്ല, അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളാണ്. ആ നാമങ്ങളെ വിശുദ്ധ ഖുർആനിൽ നിന്നും എടുത്തതാണ്. ഈ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ ചൊല്ലുന്ന യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു എന്ന് പറഞ്ഞ് ചൊല്ലുന്നതൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലുള്ളതാണ്. ആ ഇസ്മുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയതാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഒന്നതാണ്. ആത്മീയമായി പരിഹാരം കണ്ടെത്തുന്നവരാരും അസ്മാഉൽ ഹുസ്ന ഒഴിവാക്കാറില്ല. അതവരുടെ ജീവിതത്തിൽ വലിയ കാവലാണ്. അതവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന അമലുകൾക്ക് റിസൾട്ട് ലഭിക്കാൻ ഒരു കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്.
എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖബൂലാക്കട്ടെ.